പാരന്റിങ് ടിപ്സ് കേട്ട് കേട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആകെ മൊത്തം കൺഫ്യൂഷനാണ്. എനിക്ക് വന്നൊരു കമൻറ്റാണ്. സത്യമാണ്. കാരണം പാരന്റിങ്ങിൽ പെർഫെക്റ്റ് പാരന്റിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മിത്താണ്. അങ്ങനെയൊന്നും ഇല്ല. നമ്മളെല്ലാം നമ്മുടേതായ രീതിയിൽ അടിപൊളിയാണ്. നമ്മൾ എന്തെല്ലാം എക്സ്പീരിയൻസ് ചെയ്താണോ മുമ്പോട്ട് വന്നത് അതൊന്നും നമ്മുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവരല്ലേ നമ്മൾ പാരൻസ്. അപ്പോൾ പിന്നെ നമ്മൾ മോശമായി പോവും. നമ്മുടെ മക്കൾ അടിപൊളിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവരെ കൺട്രോൾ ചെയ്യാതെ ഡിസിപ്ലിൻ ചെയ്യുന്നതാണ് ഒരു നല്ല പാരന്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് പാരന്റിങ് പഠിക്കണം, കൂടുതലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ കുട്ടികൾക്ക് മുറിവുകൾ ഉണ്ടാവാതെ അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അവരുടെ ജീവിതം അവർക്ക് ആസ്വദിക്കണമെങ്കിൽ അവരുടെ ലൈഫിൽ ഡിസിപ്ലിൻ വളരെ ആവശ്യമാണ്. ഡിസിപ്ലിനും സെൽഫ് ലവും സെൽഫ് കെയറും മറ്റ് ജീവികളോടുള്ളൊരു കമ്പാഷനും എല്ലാം ബാല്യത്തിലേ തുടങ്ങി കൊടുക്കണമെങ്കിൽ അവർക്ക് കൂട്ടായി അവരെ നയിക്കാൻ വേണ്ടി പാരൻസ് കൂടെ വേണം. ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു അമ്മയാണ്. അത് പറയുന്നതിൽ എനിക്ക് ഒരു കുറ്റബോധവുമില്ല. കാരണം വാടക വീട്ടിൽ ചുവരിൽ കുത്തി വരയ്ക്കുമ്പോൾ അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല. കാരണം ഹൗസ് ഓണറിൻ്റെ ചോദ്യത്തിനും അവരുടെ ദേഷ്യത്തിനും ഫേസ് ചെയ്യാൻ പോകുന്നത് പാരൻ്റായ ഞാനാണ്. അപ്പോൾ അവരെ ഞാൻ കൺട്രോൾ ചെയ്യും. അവരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കും. അത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവരുടെ അമ്മയാകുന്നതും അവരെൻ്റെ മക്കളാവുന്നതും. യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് കൺട്രോളിങ് ആൻഡ് ഡിസിപ്ലിൻ. ഐ നോ യു വിൽ ഡു ദിസ് ബിക്കോസ് യു ആർ ദ മൈൻഡ്ഫുൾ പാരൻറ്റ്.